ഞാനും എൻ്റെ ശിഷ്യനും കൂടെ എന്താ ഷാപ്പാടാ ഗിരിഡാഗിരി. ഇവൻ അതേ മദ്യപിക്കത്തില്ല, മീൻ ഇറച്ചി മുട്ടയൊന്നും കഴിയില്ല, പ്യുവർ വെജിറ്റേറിയൻ. ഞാനൊന്നുമില്ല, യാതൊരു ദുശീലങ്ങളുമില്ല. ഞാൻ അന്നേ സർവ്വവിധ ദുശീലങ്ങളുടെയും കേദാരമാണ്, കൂമ്പാരമാണ്, അതിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഞാൻ. എന്നോടൊപ്പം ഞങ്ങള് ഗരുഡാഗിരി ഷാപ്പിലേക്ക് പോവുകയാണ്. ആ വഴികളാണിത്. എൻ്റെ സൈക്ലിംഗ് സുഹൃത്താണ്. സുഹൃത്തെന്നും പറയാൻ പറ്റത്തില്ല, എൻ്റെ മോടെ പ്രായമേ ഉള്ളൂ. എന്നാലും സർവ്വ പന്തലാരിയും തോന്നിയ ദിവസം അവനോട് ഞാൻ പറയും. ഗരുഡാഗിരി ഷാപ്പിലേക്ക് പോകണം. അതോ ഗരുഡാഗിരി ഷാപ്പ്. ഇവൻ ഷാപ്പിലൊക്കെ വരും. ഷാപ്പിൽ വന്നാൽ ഇവൻ കള്ളും കുടിക്കത്തില്ല, മീൻ ഇറച്ചി മുട്ടയൊന്നും കഴിക്കത്തില്ല. പിന്നെ എന്താ കുഴപ്പമില്ല ഈ ഷാപ്പിൽ വരുന്നത്. പിന്നെ വേറെ ഉണ്ട്, ചിലർക്ക് ഉള്ള ഒരു സ്വഭാവമുണ്ട്, അവരൊന്നും കാണിക്കത്തില്ല, ഇതെല്ലാം കണ്ടാൽ മതി. എല്ലാ പ്രതിമാസങ്ങളും നല്ലതൊക്കെ കണ്ടാൽ മതി. ഞാൻ ആദ്യമായിട്ടാണ് ഗരുഡാഗിരി ഷാപ്പ്. താറാവ് ഈ താറാവിനെ പിടിച്ചു തരുമോ? നീ എഗ് റോസ്റ്റ് കഴിച്ചുണ്ടോ? അല്ല, താറാവ് റോസ്റ്റ് കഴിച്ചുണ്ടോ? നീ എത്ര വർഷമായി പിന്നെ ഈ നോൺ വെജ് നടത്തിയിട്ട്? 14 വർഷം. എനിക്ക് 14 വയസ്സല്ലോ. ഞങ്ങളെ ഗരുഡാഗിരി ഷാപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഇവിടെ നോക്കട്ടെ. അവിടെ ഞാനിപ്പോ ഗരുഡാഗിരി ഷാപ്പിന്റെ നല്ല വ്യൂ ഒക്കെയാണ്. ഈ വ്യൂ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ വീടിന്റെ മുന്നിൽ ഇതിനേക്കാൾ നല്ല വ്യൂ. ഇത് പുഞ്ചയാണ്. പുഞ്ച എന്ന് വെച്ചാൽ നമുക്ക് ഈ പുഞ്ചയല്ല, പുഞ്ച പിള്ളേർക്കൊന്ന് പുഞ്ചയുണ്ട്, ആ പുഞ്ചയല്ല. പുഞ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിന് ഒരു പ്രാവശ്യം ഇരിപ്പൂവ് ഒക്കെയാണ്. അതിനാൽ ഇത് ഒരിപ്പൂവാണോ ഇരിപ്പൂവാണെന്ന് അറിയത്തില്ല. ഈ മഴക്കാലമാവുമ്പോൾ വെള്ളം കൊണ്ട് നിറയും, പിന്നെ വേനൽക്കാലം ആവുമ്പോൾ കൃഷി ചെയ്യും. ആ ടൈപ്പിലുള്ള കൃഷിയിടങ്ങളാണ്. ഇതിന്റെ ഏറ്റവും വലിയ രസം കടലിലെ ജലനിരപ്പിനേക്കാൾ താഴെ പ്രദേശങ്ങളാണിത്. കടൽ വെള്ളം കയറിയാൽ ഇവിടെ എല്ലാം മുങ്ങുന്ന പ്രദേശങ്ങളാണ്. കടൽ വെള്ളം കയറി അങ്ങനെ കടലിലെ ജലനിരപ്പിനേക്കാൾ താഴെ പ്രദേശങ്ങളാണ് കുട്ടനാട്ടിലെ മഹാഭൂരിപക്ഷം. പക്ഷെ ഇവിടെ കടൽ എന്തുകൊണ്ട് കയറുന്നില്ല എന്നുള്ള ചോദ്യം എനിക്കും ആ ചോദ്യമുണ്ട്. ഇവിടെ ഈ കൃഷി ഭൂമിയിൽ നിന്നൊക്കെ വെള്ളം പമ്പ് ചെയ്ത് കളയും. പണ്ടാണെങ്കിൽ ചവിട്ടിരിക്കുന്ന സാധനം ഇപ്പം മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഈ പമ്പ് ചെയ്യാതൊക്കെ ഇരുന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ ഇവിടെ കടൽ കയറുമായിരിക്കാം, അതൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ശാസ്ത്രം അറിയാത്തതുകൊണ്ട് അത് കഷ്ടമാണ്. ഇത് വേലിയേറ്റവും വേലിയിറക്കവും അനുസരിച്ച് സ്പിൽവേ തുറന്നു വരുന്നതിനനുസരിച്ച് അതല്ല, ഇവര് പിന്നെ പമ്പ് ചെയ്ത് കളഞ്ഞു, വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞു. ഞങ്ങള് ഒരിക്കലും ഹൗസ് ബോട്ടിന്റെ താഴെ ഇതുപോലെ കൃഷിയിടങ്ങൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഈ കായലിലോട്ട്. എന്നുവെച്ചാൽ കായൽ നിരപ്പ് വളരെ ഉയരത്തില്ല, അത് കടലിന്റെ നിരപ്പില്ല. അതിന് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. വെള്ളം പമ്പ് ചെയ്ത് അവർ കൃഷിയാണ്. വലിയ സ്ട്രഗിളാ അങ്ങനെ കൃഷി ചെയ്യുന്ന നമ്മുടെ കേരളത്തിന്റെ നെല്ലറ എന്ന് പറയുന്ന കുട്ടനാടിന്റെ പ്രദേശങ്ങളാണ്. ഈ സ്ഥലവും നമ്മൾ കഴിഞ്ഞ ദിവസം പോയ മംഗളാദേവിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണെന്നറിയാം? ഈ രണ്ടും എഞ്ചിനീയർ പണിത് ഒരാൾ തന്നെ. അതായത് കുട്ടനാടെന്ന് പറയുന്നത് ആക്ച്വലി ചേരരാജാവ് ചേരൻ ചെങ്കോട്ടുവന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. ചെങ്കോട്ടുവൻ തന്നെയാണ് മംഗളാദേവി ക്ഷേത്രവും പണിതത്. രണ്ടും ഒരാളുടെ ചെങ്കോട്ടുവൻ. അയാളുടെ സ്ഥാനപ്പേരെന്ന് പറഞ്ഞാൽ കടൽ പിറകോട്ട് ചെങ്കോട്ടുവൻ. അത് പുള്ളിയാണ് ഈ സ്ഥലവും. ഇതുപോലെ ഇത് പണ്ട് കടലായിട്ട് കിടന്നതാണ്. ഇത് പിന്നെ എഞ്ചിനീയറിംഗിലൂടെ ഇതിന്റെ വെള്ളം
കളഞ്ഞ് കത്തിച്ച് ഇത് കായലാക്കി കായൽ മാറ്റി കരയാക്കി കരയാക്കി മാറ്റിയത്. ഷാപ്പിൽ വന്നു. ഷാപ്പിലെ കള്ളൊന്നും ഞാൻ കുടിക്കത്തില്ല. ഈ കള്ളിനകത്ത് എനിക്ക് അത്ര വിശ്വാസമാണ്. ഇനി ആര് ചെത്തിക്കൊണ്ട് വന്നാൽ പറഞ്ഞാൽ കള്ളിന് എനിക്ക് വിശ്വാസമല്ല. പക്ഷെ ആഹാരത്തെ വിശ്വാസമാണ്. വലിയൊരു തല, ഏത് മിൻ്റെയാണെന്ന് അറിയത്തില്ല, തല അടിപൊളി സാധനമാണ്. തലക്കറി, അതും അപ്പവും. ഇനിയും പോർക്കിറച്ചി വരും, അതുകൂടെ കഴിയും. ഇതിന് ചേർത്ത് കഴിക്കാം. ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചാട്ട് ജാഫറെ. തലയ്ക്ക് ഭയങ്കര രുചിയാണ്. നമ്മുടെ വീട്ടിൽ അയലത്തലി മത്തിത്തലി എല്ലാം കഴിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ തല കഴിക്കും. ഇത്രയും വലിയ തലയുള്ള മീനും ചേർത്ത മീനാണെന്നറിയും. നമ്മുടെ തലയൊക്കെ വലിയ നല്ല തലയാണ്. പക്ഷെ ഇവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് നമ്മൾ പിടിച്ച് കഴിക്കുന്നു. ബുദ്ധിയില്ലാത്തവരെ പിടിച്ച് കഴിക്കാം.